3 ലക്ഷം വർഷം മുമ്പാണ് ആഫ്രിക്കയിൽ ആധുനിക മനുഷ്യരുണ്ടായത്. 1.5 ലക്ഷം വർഷം കഴിഞ്ഞിട്ടാണ് അവർ അവിടുന്ന് പുറത്തേക്ക് ചാടിയത്. 1.5 ലക്ഷം വർഷം നമുക്കിത് ടാലി ആവില്ല കേട്ടോ. നമ്മുടെ തലയിൽ ഈ കൊല്ലൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടില്ല. 1.5 ലക്ഷം വർഷം ആഫ്രിക്കയിൽ കടന്ന് കറങ്ങി തിരിഞ്ഞു, പുറത്തു പോകാൻ പറ്റാണ്ടേ. 1.5 ലക്ഷം വർഷം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി. ഇന്ത്യയിൽ വന്നത് 65,000 കൊല്ലം മുമ്പാണ്. നമ്മൾ ചരിത്രം നമ്മൾ പരമാവധി ഒരു ബുദ്ധന്റെ അവിടെ നിന്നൊക്കെ നമ്മൾ തുടങ്ങുക, അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യൻ, ജൈനന്മാര് അവിടുന്ന് അങ്ങനെയൊക്കെ തുടങ്ങുക. യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത് 65,000 കൊല്ലം മുമ്പെങ്കിലും ആണ്. 65,000 കൊല്ലം മുമ്പാണ് ആഫ്രിക്കയിൽ നിന്ന് ആദ്യത്തെ മനുഷ്യ സമൂഹം ഇന്ത്യയിൽ വന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ കേട്ടോ, ഇന്ത്യ ഒന്നും ഇല്ലല്ലോ. ഈ ഉപഭൂഖണ്ഡത്തിന്റെ ഈ ഭൂമി എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. എന്താണ് ഈ പുതിയ പഠനം? ആഫ്രിക്കയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മനുഷ്യരിലെല്ലാം നമ്മുടെ നിങ്ങളുടെയൊക്കെ DNA ഉണ്ടല്ലോ, നമ്മുടെ സ്വഭാവത്തെ നിർണയിക്കുന്ന ജനിതക കോഡുകൾ ഉണ്ടല്ലോ, അതില് 2 മുതൽ 4% വരെ DNA നിയാണ്ടർത്താൽ മനുഷ്യരുടെ DNA ആണ് എന്നാണ്. ശരിക്ക് ശാസ്ത്രലോകം ഞെട്ടിപ്പോയി. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്താ അതിന്റെ അർത്ഥം എന്നറിയാം? എന്താ അതിന്റെ അർത്ഥം? എന്റെയിലും നിങ്ങളുടെയിലും എല്ലാം 2 മുതൽ 4% വരെയുള്ള DNA നിയാണ്ടർത്താലികളുടേതാണ് എന്നാണ്. നിങ്ങൾ ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ആ ജാതി ആകട്ടെ, ഈ ജാതി ആകട്ടെ, തമിഴനാകട്ടെ, മലയാളി ആകട്ടെ, പഞ്ചാബി ആകട്ടെ, കാശ്മീരി ആകട്ടെ, യൂറോപ്യൻ ആകട്ടെ, ആരുമോ ആകട്ടെ, നിങ്ങളുടെ സ്വഭാവത്തെ നിർണയിക്കുന്ന DNA-യുടെ 4%-ഓളം നിയാണ്ടർത്താലികളുടേതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആധുനിക മനുഷ്യർ നിയാണ്ടർത്താലുകളെ കാട്ടുജീവികളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. നമ്മൾ കണക്കാക്കിയിട്ടില്ല. ആ നിയാണ്ടർത്താലുകളുമായി 40,000 50,000 വർഷങ്ങൾക്ക് അതോ അതിന് പിന്നിലോ വർഷങ്ങൾക്ക് പിറകിൽ നമ്മളുടെ മുതുമുത്തശ്ശന്മാർ, ഹോമോസാപ്പിയൻ എന്ന നമ്മളുടെ മുതുമുത്തശ്ശന്മാർ ഈ നിയാണ്ടർത്താൽ ജീവികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ മുതുമുത്തശ്ശിമാർ. മനസ്സിലായോ?